ട്രിഗ്നോമെട്രിയിൽ നമ്മൾ ടി റേഷ്യോസ് ആണ് പഠിക്കുന്നത്. ടി റേഷ്യോസ്. അപ്പോൾ നമുക്ക് കുറേ ആംഗിൾസ് അറിയാം. മൈനസ് തീറ്റ, പൈ മൈനസ് തീറ്റ, 2π മൈനസ് തീറ്റ, 2+തീറ്റ, അങ്ങനെ കുറേ അങ്ങനെ ഉള്ള ആംഗിൾസിൻ്റെ വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ സൈൻ്റെയും കോസിൻ്റെയൊക്കെ ടി റേഷ്യോസ് ആണ് നമ്മൾ പറയുന്നത്. ഫ്രാക്ഷണൽ ഫോമിൽ വരുമ്പോൾ, അതായത് π/2, π/2 90 ആണെന്ന് അറിയാമല്ലോ. π/2, π/2, അതുപോലെ π/2 പ്ലസ് എക്സ്, π/2 മൈനസ് എക്സ്, 3π/2, 3π/2 പ്ലസ് എക്സ്, 3/2 മൈനസ് എക്സ്, ഇങ്ങനെ ഫ്രാക്ഷണൽ ഫോമിൽ കണ്ടോ. π/2 ഫ്രാക്ഷണൽ അല്ലേ, പൈ അല്ലല്ലോ. ഇങ്ങനെ ഫ്രാക്ഷണൽ ഫോമിൽ വരുമ്പോൾ സൈൻ എന്ന് വന്നാൽ അത് കോസ് ആവും. സൈൻ എന്ന് വന്നാൽ കോസ് ആവും. കോസ് എന്ന് വന്നാൽ സൈൻ ആവും. ഓക്കെ. സീക്ക് എന്നുള്ള എന്താവും? സീക്ക് കൊസീക്കാവും. കൊസീക്കോ? കൊസീക്ക് സീക്കാവും. കോട്ട് ടാനാവും. ടാൻ കോട്ടാവും. അതായത് കോ ഫങ്ഷൻസ് എന്ന് പറയുന്നതാണ്. കോ ഫങ്ഷൻസ് വരും. അല്ലാതെ ഫ്രാക്ഷണൽ ഫോമിൽ അല്ലാണ്ട് പൈ പ്ലസ് തീറ്റ, പൈ മൈനസ് തീറ്റ, പൈ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഫ്രാക്ഷണൽ ഫോം അല്ല. π/2 ഒന്നും π/3 അങ്ങനെയൊന്നുമില്ല. ഫ്രാക്ഷണൽ ഫോമിൽ അല്ലെങ്കിൽ എന്താണ്? സെയിം ഫംഗ്ഷൻ വരും. എന്താണ്? സെയിം ഫംഗ്ഷൻ വരും. സൈൻ ആണെങ്കിൽ സൈൻ തന്നെ, കോസ് ആണെങ്കിൽ കോസ് തന്നെ, ടാൻ ആണെങ്കിൽ ടാൻ തന്നെ. ഓർത്തിരിക്കാം. ഫ്രാക്ഷണൽ ഫോമിൽ അതായത് π/2 എന്ന് പറഞ്ഞാൽ 90, 3π/2 എന്ന് പറയുന്നത് 270, അതായത് 90 പ്ലസ് തീറ്റ, 90 മൈനസ് തീറ്റ, 270 പ്ലസ് തീറ്റ, 90 പ്ലസ് തീറ്റ, 90 മൈനസ് തീറ്റ, 270 പ്ലസ് തീറ്റ, 270 മൈനസ് തീറ്റ. ഇതൊക്കെയാണ് ഫ്രാക്ഷണൽ ഫോമിൽ. 90 എന്ന് പറയുമ്പോൾ π/2 ആണ്. 270 എന്ന് പറയുന്നത് 3π/2 ആണ്. അതാണ് ഫ്രാക്ഷണൽ ഫോമിലാണെന്ന് പറയുന്നത്. ഇങ്ങനെ ഫ്രാക്ഷൻസ് വരുമ്പോൾ അതിങ്ങനെ ഓർത്താലും മതി. 90, 270 വരുമ്പോൾ പ്ലസോ മൈനസോ വരിക. 90ക്ക് π/2 എന്ന് പറയാം, 270ക്ക് 3π/2 എന്ന് പറയുക, π/2 3π/2 എന്നൊക്കെ വരിക. അല്ലെങ്കിൽ 90, 270 ആണല്ലോ അത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ആണെങ്കിൽ കോസാവും, കോസാണെങ്കിൽ സൈനാവും, ടാനാണെങ്കിൽ കോട്ടാവും, കോട്ടാണെങ്കിൽ ടാനാവും, സീക്കാണെങ്കിൽ കൊസിക്കാവും, കൊസിക്കാണെങ്കിൽ സീക്കാവും. അതായത് കോ ഫംഗ്ഷൻ ആവുന്നു. സെയിം ഫംഗ്ഷൻ ആവില്ല. ബാക്കിയെല്ലാം എന്താണ്? സെയിം ഫംഗ്ഷൻ ആയിരിക്കും. ബാക്കിയെല്ലാം സെയിം ഫംഗ്ഷൻ ആയിരിക്കും. പൈ എന്ന് പറഞ്ഞാൽ 180, പൈ പ്ലസ് എക്സ് 180 പ്ലസ് എക്സ്, പൈ മൈനസ് എക്സ് 180 മൈനസ് എക്സ്, 2π 360, 2π പ്ലസ് എക്സ്, 2π മൈനസ് എക്സ്, ഇങ്ങനെയൊക്കെ വന്നാൽ സെയിം ഫംഗ്ഷൻ ആയിരിക്കും. സൈൻ ആണെങ്കിൽ സൈൻ, കോസ് ആണെങ്കിൽ കോസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം വേണം ടി റേഷ്യോസിൽ കിടക്കാൻ. ഈ ടി റേഷ്യോസ് ഒരിക്കലും കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഒരു ടെക്നിക്ക് വെച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് മൈനസ് തീറ്റയോടെയാണ്. അതാണ് മൈനസ് തീറ്റയോടെയാണ് പറയുന്നത്. നമുക്ക് ആദ്യം മൈനസ് തീറ്റയുടെ ഇത് നോക്കാം. മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് ക്വാഡ്രന്റ് വരും മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ? ഇത് 90 മൈനസ് തീറ്റ, ഇത് 90 പ്ലസ് തീറ്റ, ഇങ്ങനെ വരും. ഇങ്ങനെ കറങ്ങി 90 ആയി, 180 ആയി, 270 ആയി, 360 ആയി. 360 ആയിട്ട് പുറകോട്ട് വരുമ്പോഴാണ് മൈനസ് തീറ്റ. ഓക്കെ. മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഏതാണ്? ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ് മൈനസ് തീറ്റ എന്ന് പറയുന്നത്. ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ് മൈനസ് തീറ്റ എന്ന് പറയുന്നത്. അത്രയും മനസ്സിലായില്ലേ? മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എന്തെല്ലാമാണ് പ്ലസ്? ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും പ്ലസ് ആണ്. അത് ഓർത്തിരിക്കുക. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് പ്ലസ് ആണ്. പിന്നെന്താണ്? സീക്ക് പ്ലസ് ആണ്. കോസ് തിരിച്ചിരുന്നത് സീക്ക് പ്ലസ് ആണ്. അപ്പം ഞാൻ അതിൻ്റെ ലോ എന്ന് പറയാൻ വേണമെങ്കിൽ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും സൈൻ തിരിച്ചിടുന്ന കൊസീക്കുമാണ് പോസിറ്റീവ്. തേർഡിൽ ടാൻ തിരിച്ചിടുന്ന കോട്ടുമാണ് പോസിറ്റീവ്. ഇവിടെ കോസ് തിരിച്ചിടുന്ന സീക്കും ആണ് പോസിറ്റീവ്. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കോസും സീക്കും പോസിറ്റീവാണ്, ബാക്കിയെല്ലാം മൈനസാണ്. ഓക്കെ. മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫ്രാക്ഷണൽ ഫോം ഒന്നുമല്ല, π/2 അങ്ങനെയൊന്നുമില്ല. ഫ്രാക്ഷണൽ ഫോമല്ല, അതുകൊണ്ട് സെയിം ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ മൈനസ് തീറ്റ ആകുമ്പോൾ രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. എന്താണ്? കോസും
സിക്കും നെഗറ്റീവ് പോസിറ്റീവാണ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. പിന്നെ സെയിം ഫംഗ്ഷനാണ്. ഇത്രയും അറിയാമെങ്കിൽ പിന്നെ എല്ലാം ചെയ്യാവുന്നേ ഉള്ളൂ മൈനസ് തീറ്റയുടെ. അപ്പോൾ ഞാൻ സൈൻ മൈനസ് തീറ്റ ആവുന്ന സെയിം ഫംഗ്ഷൻ ആണല്ലോ. ആ സെയിം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ തന്നെ. ഇനി സൈൻ കോസും സീക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം നെഗറ്റീവാണ്, മൈനസ് സൈൻ തീറ്റ. ഓക്കെ. ഇനി കോസ് മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ സെയിം ഫംഗ്ഷനാണ്, കോസ് തീറ്റ തന്നെ, കോസ് പോസിറ്റീവാണ്. ഇനി ടാൻ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ തന്നെ നെഗറ്റീവാണ്, കോസ് സീക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം നെഗറ്റീവാണല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സൈൻ തിരിച്ചിടുന്നതാണ് കൊസീക്ക് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കൊസിക് തീറ്റ തന്നെ, പക്ഷെ ഇത് മൈനസ് ആയിരിക്കും. സീക്കാണല്ലോ പ്ലസ് ഉള്ളൂ. ഇനി സീക്ക് മൈനസ് തീറ്റ എന്ന് പറയുന്നതോ അത് പ്ലസ് ആയിരിക്കും. സീക്കും കോസും പ്ലസ് ആണല്ലോ ഈ ക്വാഡ്രന്റിൽ, ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ സിക് തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് സെയിം ഫംഗ്ഷനാണ്, ടാൻ തീറ്റ തന്നെ, ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ ആണ്, മൈനസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്? മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? ഇങ്ങനെ കറങ്ങി വരുവാണ്. 90, 180, 270, 360 കഴിഞ്ഞു. 360 ആയപ്പോൾ കംപ്ലീറ്റ് ആയി. ഇങ്ങോട്ട് പോയാൽ പ്ലസ് തീറ്റയാണ്, ഇങ്ങോട്ട് പോയാൽ മൈനസ് തീറ്റയാണ്. അതുകൊണ്ട് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റ് ആണെന്ന് എന്തിനു നമ്മൾ കണ്ടുപിടിച്ചു? ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ അവിടെ ഏതെല്ലാം പ്ലസ് ആണ്? കോസും സീക്കും മാത്രം പ്ലസ്, ബാക്കിയെല്ലാം മൈനസ് തീറ്റ, മൈനസ് ആയിരിക്കും. അത് ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇത് ഫ്രാക്ഷണൽ ഫോം ആണോ? മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ π/2 അങ്ങനെയാണോ? 3π/2 അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ സെയിം ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ സൈൻ ആണെങ്കിൽ സൈൻ തന്നെ, സൈൻ മൈനസ് തീറ്റ, സൈൻ തീറ്റ, സൈൻ മൈനസ് ആയിരിക്കും അല്ലേ? കോസ് സീക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം മൈനസ് ആയിരിക്കില്ലേ? അങ്ങനെ കണ്ടുപിടിച്ചു. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, അത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ മൈനസ് തീറ്റയുടെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അടുത്തായിട്ട് നമ്മൾ π/2 മൈനസ് തീറ്റ, π/2 മൈനസ് തീറ്റ ആണ്. π/2 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാഡ്രന്റ് വരയ്ക്കാം. നെഗറ്റീവാണോ പോസിറ്റീവാണോ? π/2 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ π/2 എന്ന് പറഞ്ഞാൽ 90 ആണ് അല്ലേ? 90ക്കല്ലേ ഈ π/2 എന്ന് പറയുന്നത്? പൈ എന്ന് പറയുന്നത് 180, 90 ആണ് ഈ π/2. 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 90 ആണെങ്കിൽ ഇവിടെ വരെ, മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ പുറകിലോട്ട് വരും അല്ലേ? 90 മൈനസ് തീറ്റ എന്ന് ഞാൻ പറയട്ടെ, 90 തീറ്റ 10 ആണെങ്കിൽ എന്താണ്? 80 വരും. 80 ഇവിടെ വരുന്നത്, അതാണ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത്. 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇത് എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ ക്വാഡ്രന്റ് എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഏതൊക്കെയായിരിക്കും പോസിറ്റീവ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ പോസിറ്റീവ് ആണ്, എല്ലാം പോസിറ്റീവ് തന്നെ, എളുപ്പമുണ്ട്. ഇനി സെയിം ആണോ കോ ഫംഗ്ഷൻ ആണോ? π/2 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കോ ഫംഗ്ഷൻ ആണ്. അപ്പോൾ കോ ഫംഗ്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എഴുതാനിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സൈൻ π/2 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ കോ ഫംഗ്ഷൻ അല്ലേ? സൈൻ ആകുമ്പോൾ കോസ് വരും, എന്താണ്? കോസ് തീറ്റ. സൈൻ π/2 മൈനസ് തീറ്റ അതിൻ്റെ കോ ഫംഗ്ഷൻ കോസ് തീറ്റയാണ്. എല്ലാം പോസിറ്റീവ് ആയിട്ട് നോക്കണ്ട, പോസിറ്റീവ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കോസ് π/2 മൈനസ് തീറ്റയോ? കോസ് ആകുമ്പോൾ കോ ഫംഗ്ഷൻ സൈൻ വരും, സൈൻ തീറ്റയാണ്. ഇനി ടാൻ π/2 മൈനസ് തീറ്റയോ? ടാൻ്റെ കോ ഫംഗ്ഷൻ കോട്ടാണ്, കോട്ട് തീറ്റ, എല്ലാം പ്ലസ് വരും. ഓക്കെ. ഇനി കൊസീക്ക് π/2 മൈനസ് തീറ്റ. കൊസീക്കിൻ്റെ സീക്കാണ് കോ ഫംഗ്ഷൻ, സിക് തീറ്റ. സീക്ക് π/2 മൈനസ് തീറ്റ. സീക്കിൻ്റെ കൊസീക്കാണ് കോ ഫംഗ്ഷൻ, കൊസിക് തീറ്റ. കോട്ട് π/2 മൈനസ് തീറ്റ. കോട്ടിൻ്റെ കോ ഫംഗ്ഷൻ ടാനാണ്, ടാൻ തീറ്റ, എല്ലാം പോസിറ്റീവാണ്, അതുകൊണ്ട് പോസിറ്റീവ് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നെഗറ്റീവ് തീറ്റ മൈനസ് തീറ്റയുടെ കണ്ടുപിടിച്ചു, π/2 മൈനസ് തീറ്റ കണ്ടുപിടിച്ചു. അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? π/2 പ്ലസ് തീറ്റ അല്ലേ? π/2 പ്ലസ് തീറ്റ. π/2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? π/2 90 ആണ്. 90 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ 90 ഇത്രയും വന്നു. പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഒരു 10ഓ ഒരു 30ഓ ഒരു 40ഓ ഒക്കെയാണ് തീറ്റ, അക്യൂട്ട് ആംഗിൾ അല്ലേ? അപ്പോൾ 90 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 100 വരും, അപ്പോൾ ഇങ്ങോട്ട് വരും. അതായത് 90 പ്ലസ് തീറ്റ പറഞ്ഞാൽ 90ക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇതെന്തിനാണ് ക്വാഡ്രന്റ് മനസ്സിലായത്? സൈൻ നോക്കാൻ. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും, സൈൻ തിരിച്ചിരുന്ന കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. ഓക്കെ. സെയിം ഫംഗ്ഷൻ ആണോ
ഫംഗ്ഷൻ ആണോ? പൈ ബൈ ടു ഫ്രാക്ഷണൽ ഫോമിലായതുകൊണ്ട് 90 അല്ലേ? ഫ്രാക്ഷണൽ ഫോം. പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ആയിട്ടല്ലേ? പൈ എന്നൊന്നുമല്ല. പൈ ആണെങ്കിൽ ഫ്രാക്ഷൻ അല്ല, പൈ ബൈ ടു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ കോ ഫംഗ്ഷൻ വരും. അപ്പോൾ കോ ഫംഗ്ഷനാണ്. മനസ്സിലായല്ലോ? ചെയ്യാം. അപ്പോൾ സൈൻ പൈ ബൈ ടു പ്ലസ് തീറ്റ കോ ഫംഗ്ഷനാണ്. അപ്പോൾ കോസ് തീറ്റ. സൈൻ പോസിറ്റീവാണ്. ഓക്കെ. കോസ് പൈ ബൈ ടു പ്ലസ് തീറ്റ കോ ഫംഗ്ഷനാണ്. സൈൻ തീറ്റ. കോസ് മൈനസ് ആണ്. സൈനും കൊസിക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. കോസ് ബാക്കിയെല്ലാം നെഗറ്റീവാണ്. ടാൻ പൈ ബൈ ടു പ്ലസ് തീറ്റ. ടാൻ്റെ കോട്ടാണ് കോ ഫംഗ്ഷൻ. കോട്ട് തീറ്റ മൈനസ് ആണ് അല്ലേ? കൊസീക്ക് പൈ ബൈ ടു പ്ലസ് തീറ്റ. കൊസീക്ക് തിരിച്ചു വരുന്നതാണ് സീക്ക് തീറ്റ. അതിൻ്റെ കോ ഫംഗ്ഷൻ സീക്ക് തീറ്റ ആണ്. കൊസീക്ക് പ്ലസ് ആണ്. സൈനും കൊസിക്കും പ്ലസ് ആണ് ഇവിടെ അല്ലേ? ഇനി സീക്ക് പൈ ബൈ ടു പ്ലസ് തീറ്റ. സീക്ക് തീറ്റ ആകുമ്പോൾ അതിൻ്റെ കോ ഫംഗ്ഷൻ കൊസീക്ക് തീറ്റയാണ്, നെഗറ്റീവാണ്. ഇനി കോട്ട് പൈ ബൈ ടു പ്ലസ് തീറ്റ. കോട്ടിൻ്റെ കോ ഫംഗ്ഷൻ ടാൻ തീറ്റയാണ്, നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ കൊസീക്കും സൈനും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ് അല്ലേ? അത് മനസ്സിലായി. പൈ ബൈ ടു പ്ലസ് എക്സ് എഴുതി. ഇനി നമ്മൾ പൈ മൈനസ് എക്സ് ആണ് എഴുതുക. പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ക്വാഡ്രൻ്റ് വരയ്ക്കാം. പൈ എന്ന് പറയുന്നത് 180 ആണ്. പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പുറകോട്ട് വരണം. 180യേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് അല്ലേ? അതും സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്. അപ്പോൾ സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്. ഓക്കെ. പൈ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഫ്രാക്ഷണൽ ഫോം അല്ല, പൈ ബൈ ടു എന്നല്ല. ഫ്രാക്ഷണൽ ഫോമിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെന്താണ്? സെയിം ഫംഗ്ഷനാണ്. സൈൻ തന്നെ, കോസ് തന്നെ. ചെയ്യാം. സൈൻ പൈ മൈനസ് തീറ്റ. എക്സ് എന്നുള്ള തീറ്റ എന്ന് നോക്കുക. തീറ്റ സൈൻ തീറ്റ തന്നെ. സൈൻ വരുമ്പോൾ പോസിറ്റീവാണ്. ഇനി കോസ് പൈ മൈനസ് തീറ്റ. സെയിം ഫംഗ്ഷൻ അല്ലേ? കോസ് തീറ്റ തന്നെ, പക്ഷെ മൈനസാണ്. സൈനും കൊസിക്കും ഒഴിച്ച് ബാക്കിയെല്ലാം മൈനസാണ്. ടാൻ പൈ മൈനസ് തീറ്റ. ടാൻ തീറ്റ തന്നെ, മൈനസാണ്. സൈനും കോസും ഒഴിച്ച് ബാക്കിയെല്ലാം മൈനസാണ്. ഇനി കൊസിക്ക് പ്ലസ് ആയിരിക്കുമല്ലോ. പൈ മൈനസ് തീറ്റ കൊസിക് തീറ്റ. സൈനും കൊസിക്കും പോസിറ്റീവാണ്. സീക്ക് പൈ മൈനസ് തീറ്റ. സീക്ക് തീറ്റ തന്നെ, മൈനസാണ്. കോട്ട് പൈ മൈനസ് തീറ്റ. കോട്ട് തീറ്റ നെഗറ്റീവാണ്. അതായത് ഇവിടെ കൊസിക്കും സൈനും ഒഴിച്ച് ബാക്കിയെല്ലാം നെഗറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പൈ മൈനസ് എക്സ് പഠിപ്പിച്ചു അല്ലേ? അടുത്തിനി പൈ പ്ലസ് എക്സ് ആണ്. പൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഇത് ക്വാഡ്രൻ്റ് ആണ്. പൈ എന്ന് പറയുന്നത് 180 ആണ്. പൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും അല്ലേ? പൈ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. പൈ പ്ലസ് എക്സ് 180 പ്ലസ് എക്സ് എന്നാണ്. അപ്പോൾ സെയിം ഫംഗ്ഷൻ ആണല്ലോ. സെയിം ഫംഗ്ഷനാണ്, കാരണം ഫ്രാക്ഷൻ ഇല്ല, പൈ ബൈ ടു ഒന്നുമില്ല. അപ്പോൾ സെയിം ഫംഗ്ഷനാണ്. സൈൻ ആയിരിക്കും, കോസ് ആയിരിക്കും. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണല്ലേ? തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ ടാനും കോട്ടും ഒഴിച്ച് ബാക്കിയെല്ലാം മൈനസ് ആയിരിക്കും. ഇത് രണ്ടും മാത്രമേ പോസിറ്റീവ്. തുടങ്ങാം. സൈൻ പൈ പ്ലസ് തീറ്റ. എക്സ് എന്നുള്ള തീറ്റ എന്ന് എടുക്കാം. പൈ പ്ലസ് തീറ്റ സെയിം ഫംഗ്ഷൻ ആയിരിക്കും. സൈൻ തീറ്റ തന്നെ, മൈനസ്. കോസ് പൈ പ്ലസ് തീറ്റ. കോസ് തീറ്റ മൈനസ്. ടാൻ പൈ പ്ലസ് തീറ്റ. ടാൻ തീറ്റ അത് പ്ലസ് ആണ്. ടാനും കോട്ടും പ്ലസ് ആണ്. കൊസീക്ക് പൈ പ്ലസ് തീറ്റ. കൊസിക് തീറ്റ മൈനസ്. സീക്ക് പൈ പ്ലസ് തീറ്റ. സീക്ക് തീറ്റ മൈനസ്. കോട്ട് പൈ പ്ലസ് തീറ്റ. കോട്ട് തീറ്റ. സൈനും കോട്ടും ടാനും പോസിറ്റീവാണ്. ഓക്കെ, പോസിറ്റീവാണ്. പൈ പ്ലസ് തീറ്റ കഴിഞ്ഞു. ഇനി 2π മൈനസ് തീറ്റ. 2π മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ
ടു പൈ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ 2π എന്ന് പറയുന്നത് 360 ആണ്. 180 പൈ. 2π 360, 90, 180, 270, 360. മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ബാക്കിലോട്ട് തന്നെ വന്നു. ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. ഇവിടെ കോസും സിക്കും പോസിറ്റീവാണ്. ഇവിടെ കോസും സിക്കും പോസിറ്റീവാണ്. സെയിം ഫംഗ്ഷനാണ്, കാരണം π/2 എന്നൊന്നുമില്ല, സെയിം ഫംഗ്ഷനാണ്. നമുക്ക് എന്ത് എഴുതാം? സൈൻ 2π മൈനസ് തീറ്റ എന്ത് എഴുതാം? സെയിം ഫംഗ്ഷൻ അല്ലേ, സൈൻ തീറ്റ. സിക്കും കോസ് മാത്രമാണ് പോസിറ്റീവ്, അപ്പോൾ മൈനസ് വരുന്നു. കോസ് 2π മൈനസ് തീറ്റയോ കോസ് തീറ്റ, കോസ് മൈനസ് ആണ്. ടാൻ 2π മൈനസ് തീറ്റയോ ടാൻ തീറ്റ മൈനസ് ആണ്. കൊസീക്ക് 2π മൈനസ് തീറ്റയോ കൊസിക് തീറ്റ മൈനസ് ആണ്. സീക്ക് 2π മൈനസ് തീറ്റയോ സീക്ക് തീറ്റ പ്ലസ് ആണ്. കൊസിക്കും സിക്കും ഇവിടെ പ്ലസ് ആണ്. കോട്ട് 2π മൈനസ് തീറ്റ കോട്ട് തീറ്റ മൈനസ് ആണ്. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി 2π പ്ലസ് എക്സ് ആണ്. 2π മീൻസ് 360. 360 കറങ്ങി ഇവിടെ വന്നു. പ്ലസ് എക്സ് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് വന്നു. ഓൾ പോസിറ്റീവ് ആണ്, ഫ്രാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ എന്താണ്? സെയിം ഫംഗ്ഷനാണ്, ഓൾ പോസിറ്റീവ് ആണ്, ഒരു പാടുമില്ല. സൈൻ 2π പ്ലസ് എക്സ്, സൈൻ എക്സ് തന്നെ, സൈൻ തീറ്റ, തീറ്റല്ലേ എഴുതിയിരിക്കുന്നത്. കോസ് 2π പ്ലസ് തീറ്റ കോസ് തീറ്റ. ടാൻ 2π പ്ലസ് തീറ്റ ടാൻ തീറ്റ. കൊസീക്ക് 2π പ്ലസ് തീറ്റ കൊസിക് തീറ്റ. സീക്ക് 2π പ്ലസ് തീറ്റ സീക്ക് തീറ്റ. കോട്ട് 2π പ്ലസ് തീറ്റ കോട്ട് തീറ്റ. അപ്പം ഇത്രയും റേഷ്യോസാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി ഈ റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട്, ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ റേഷ്യോസ് കാണാതെ പഠിക്കേണ്ട ആവശ്യം യാതൊന്നുമില്ല. ഒരു റേഷ്യോ കിട്ടിയാൽ ആദ്യമായി നോക്കേണ്ടത്, ഞാൻ വെറുതെ ഒരു റേഷ്യോ ഞാൻ പറയാം. സൈൻ 2π പ്ലസ് തീറ്റ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇത് എത്രയാണെന്ന് അറിയാം. 2π പ്ലസ് 30 ഇങ്ങനെ വന്നിരിക്കുകയാണ്. 2π പ്ലസ് 30 ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ക്വാഡ്രൻ്റ് നോക്കുവാണ്. ക്വാഡ്രൻ്റ് നോക്കുമ്പോൾ ഇത് സെയിം ഫംഗ്ഷനാണ്. 2π എന്ന് പറയുമ്പോൾ സെയിം ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ എഴുതാം, എന്താണ്? സൈൻ തീറ്റയാണ്. ഇനി നോക്കേണ്ടത് സെയിം ഫംഗ്ഷനാണ്. ഇനി സൈനാണ് നോക്കേണ്ടത്. 2π പ്ലസ് 2π എന്ന് പറഞ്ഞാൽ 360 360 പ്ലസ് തീറ്റ അതിന് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ എല്ലാം പോസിറ്റീവാണ്. പോസിറ്റീവ് ഉണ്ട്, സിമ്പിൾ അല്ലേ? ഇനി ഞാൻ എഴുതാൻ പോവാണ് കോസ് π/2 മൈനസ് തീറ്റ, അതായത് π/2 മൈനസ് 45 എന്ന് എഴുതാൻ പോകാം. 5/2 മൈനസ് 45. അപ്പോൾ ഇത് ഇത് π/2 ആയതുകൊണ്ട് കോ ഫംഗ്ഷൻ ആയിരിക്കും. കോസ് എന്നുള്ള സൈൻ ആയിരിക്കും. അപ്പോൾ തന്നെ എഴുതാം, സൈൻ 45 ആണ്. ഇത്രയായി. ഇനി സൈനല്ലേ നോക്കണ്ടേ, സൈൻ മൈനസ് ആണോ പ്ലസ് ആണെന്നോ. അതിന് ക്വാഡ്രൻ്റ് നോക്കുക. π/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഓൾ പോസിറ്റീവാണ്. കേട്ടോ, എന്ത് സിമ്പിളാന്ന് നോക്കിക്കേ. ഇനി കൊസീക്ക് 3π/2 പ്ലസ് തീറ്റ എന്നുള്ള ഞാൻ 30 എടുക്കാം. കൊസീക്ക് 3π/2 പ്ലസ് 30. 3π/2 എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഫ്രാക്ഷണൽ ഫോമാണ്. അപ്പോൾ എന്താണ്? കോ ഫംഗ്ഷൻ വരും. കൊസീക്ക് സീക്കാവും. സീക്ക് 30. ഇനി സൈൻ നോക്കുക വേണ്ടു. 3π/2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? 3π എന്ന് പറയുമ്പോൾ 270 ആണല്ലേ. 270 പ്ലസ് തീറ്റ 90, 180, 270 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രൻ്റാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും സിക്കും മാത്രമാണ് പോസിറ്റീവ്. സീക്ക് അപ്പോൾ കൊസീക്കല്ലേ ഇവിടെ, കൊസീക്ക് നെഗറ്റീവാണ്. കോസും സിക്കും മാത്രമാണ് പോസിറ്റീവ്. ചോദ്യത്തിലെ ഉത്തരം നോക്കരുത്, ആൻസർ നോക്കരുത്, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ കോസോ സീക്കോണോ അല്ല, കൊസീക്കാണ്. അപ്പോൾ നെഗറ്റീവാണ്. നെഗറ്റീവ് സീക്ക് 30 എന്ന് കിട്ടും. ഇനി ഇതിന് വാല്യൂ കാണാം. സീക്ക് 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സീക്ക് എന്ത് റെസിപ്രോക്കൽ ചെയ്യുമ്പോഴാണ് സീക്ക് കിട്ടുന്നത്? കോസ്. അപ്പോൾ കോസ് 30 എന്താണ്? കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ സീക്ക് 30 എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ വരും.
2/√3. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഈ ഫോർമുലേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലായോ എന്നൊന്ന് പരിശോധിക്കുക. മനസ്സിലായാലും എന്നോട് മെസ്സേജ് ചെയ്യണം. ട്യൂഷൻ കുട്ടികൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇത് പബ്ലിക് ആക്കുമ്പോൾ മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല. ട്യൂഷൻ കുട്ടികളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഇതിനകത്ത് ഏതെങ്കിലും മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ, ഇത് ശരിക്കും നോക്കുക. അപ്പോൾ അടുത്ത ദിവസം മുതൽ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം.